ഒരു വല്ലം പൊന്നും പൂവും കരിവേലച്ചാന്തും കുണ്ടിൽ നിന്നും തിരുകോടിപ്പാവും ആനിലത്താണി ഞാൻ തേച്ചുതരാം നിന്റെ തളിർമേനിയായിക്കാം ചാലിച്ച ചന്ദ്രനും ഞാനൊരുക്കാം നിന്റെ തൊഴുതെത്തിക്കൂറിലൊരുന്നതയ്ക്കാം അരികിലാടുന്ന കുറവനോടുന്ന രകവും ഞാനല്ലേ ാടുന്ന കറുകുന്ന ശലഭം ഞാനല്ലേ ഇവിടെ ചുരക്കി തരികയാണ് ഒരു വല്ലം കൊല്ലും പൂവും കരിനീലച്ചാന്തും കഴിവാണ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും അല്ല ഞങ്ങളൊക്കെ കണ്ടില്ലെന്ന് പറയരുത്. പഠിപ്പിക്കാൻ ഓരോ വ്യക്തി എന്റെ ഭാര്യ ഞാൻ പറയുന്ന അതൊക്കെ ഞാൻ സമ്മതിച്ചു. പുതിയ വ്ളോഗാണോ? നമുക്ക് ജയദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒട്ടും സമയം കളയാതെ ഹോളിലേക്ക് വരണം. അവർ വന്നിട്ട് ഒരു മിനിറ്റ് പോലും ഒരു വെയിറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇനി നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയം കളയില്ല. ഓക്കെ റെഡി എല്ലാവരും ഇവിടെ നോക്കി ഹാപ്പി ആയിട്ട് നേടാ. ഇവിടെ നോക്കി കണ്ടോ അവിടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ പറ്റില്ലെന്ന് ഇവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. വണ്ടി എടുത്തോട്ടെ സോ വണ്ടി എടുത്തോട്ടെ. ഒരു സെക്കൻഡ് ഈ സൈഡിലേക്ക് വണ്ടിയില്ല. ഫോട്ടോ എടുക്കുമ്പോന്ന് അറിയത്തില്ലല്ലോ ഐലാഷസ് പോയതൊക്കെ ഇല്ലല്ലോ. അപ്പം പോകുന്നുണ്ട് എന്നോടൊന്ന് പറഞ്ഞു ചേട്ടന്മാരെ. അത് ഒറ്റ ഇതേ പറ്റും. ചേച്ചി പറഞ്ഞു വെഡിങ്ങിന് ഇത് തന്നെ ഉപയോഗിച്ചു എടുത്തു വെച്ചേക്കാൻ പറഞ്ഞു. പക്ഷെ അതില് പശ തേക്കും. ആ ഒറ്റ ഒരൊറ്റ തവണ
ഇതാ പിടിച്ചോ കണ്ണു മാത്രം നോക്കി അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ. ഓക്കെ റെഡിയാണോ ഓക്കെ റെഡി. നടന്നു പോയേ ബ്രോ, നടന്നു പോയേ. ആ കോട്ട് പിടിച്ചിട്ടേ, ഒന്നുകൂടെ പിടിച്ചിട്ടേ കോട്ട് പിടിച്ചിട്ടേ. ഓക്കെ ഡോർ തുറന്നു കൊടുത്തോ. മേടിക്കുവേ അവളുടെ സാധനം പൊങ്ങി വരില്ലെന്നേ അറിയാം. ഞാനൊരു ഫുട്ടേജ് എടുക്കട്ടെ. ശോഭനെ Praise the Lord. Praise the Lord. Praise the Lord. എന്ന ഹാളിലേക്ക് പ്രവേശിപ്പാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവമായി ഈ ഹാളിലേക്ക് പ്രവേശിപ്പാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും ഒരു നിമിഷം എല്ലാ കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് മനോഹരമായ വിവാഹ നിശ്ചയത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ആയതിനാൽ തന്നെ നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവങ്ങളെ ഓർത്തുകൊണ്ട് നമ്മെ പറഞ്ഞാട്ടെ. We worship you, Lord, hallelujah, Jesus. And
സകലത്തെയും നിയന്ത്രിക്കുമാറാകണമേ. അങ്ങനെ മക്കളെല്ലാം സ്വർഗം കൂട്ടി വരുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ദൈവാത്മാവ് തന്നെ നിയന്ത്രിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമ്മതം ഇവിടെ നടക്കുകയാണ്. എന്നാൽ ശ്രേഷ്ഠ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. ഏതെങ്കിലും ഇറങ്ങി വന്ന് ആദ്യത്തെ ഒരുമിപ്പിച്ച സ്വർഗം എന്ന് കാലം നിന്റെ മക്കളുടെ മേൽ സാന്നിധ്യം ചൊരിയുന്നതിനായി ഞങ്ങൾപ്പെടുന്ന സ്വർഗം, ഇസ്ഹാക്കിന്റെ കുടുംബത്തിൽപ്പെടുന്ന സ്വർഗം, യാക്കോബിന്റെ കുടുംബത്തിൽപ്പെടുന്ന സ്വർഗം, യൂത്തിൽ കൂടി യോബസിന്റെ കുടുംബത്തിൽപ്പെടുന്നു അനുഗ്രഹമായി തീരുവാൻ സ്വർഗപ്പെടുന്ന കൃപയൊരുക്കിയതുപോലെ ഈ ദിവസമായി ഇന്ന് വൈകാലം പരിശുദ്ധ വലിയ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ ഇവിടെ ചൊരിയപ്പെടുവാൻ നടത്തുകയാണ്. വരെ മുന്നോട്ടുള്ള ഗമനമെല്ലാം നിന്റെ ഹൃദയത്തിനായി തീരുവാൻ, അവരുടെ കുടുംബ അസ്വസ്ഥതയായി തീരുവാൻ സ്വർഗം നിന്റെ മക്കളെ ബലപ്പെടുത്തുവാനും അവരെ സമ്മതപൂർവമായിരിക്കുന്ന ഒപ്പ് രേഖപ്പെടുത്തിയ വിവാഹ നിശ്ചയ ഉടമ്പടി വായിക്കപ്പെടുന്നു. ദൈവേഷ്ടമായാൽ ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ വാഴത്തൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ കണ്ടത്തിപ്പറമ്പിൽ ശ്രീമാൻ ലൈറ്റ് KH ആന്റണിയുടെയും ശ്രീമതി സുഷമ ആന്റണിയുടെയും മകളും ശാലൈൻ ഗോസ്ബൽ മിനിസ്ട്രീസ് സഭാംഗവുമായുള്ള അക്ഷിത ആന്റണിയും എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ഇടിക്കാട് വില്ലേജിൽ ചോറ്റാനിക്കര പഞ്ചായത്തിൽ 12-ാം വാർഡിൽ ആലുംപറമ്പ് വീട്ടിൽ ശ്രീമാൻ ശശിധരൻ്റെയും ഓമന ശശിധരൻ്റെയും മകനും കർമ്മയിൽ ഗോസ്ബൽ മിനിസ്ട്രീസ് സഭാംഗവുമായുള്ള സോബിൻ ശശിധരനും തമ്മിലുള്ള വിവാഹം 2023 ആണ്ട് ജനുവരി മാസം 5-ാം തീയതി രാവിലെ 10 മണിക്ക് കർമ്മയിൽ ഗോസ്ബൽ മിനിസ്ട്രീസ് സഭയുടെ ചുമതലയിൽ
മുളന്തുരുത്തി മാർക്ക് വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്തി. വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടിയാലോചിച്ച് വിവാഹ നിശ്ചയ ഉടമ്പടി ചെയ്തിരിക്കുന്നു. എല്ലാവരും വിവാഹ നിശ്ചയ ഉടമ്പടി കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി കർമ്മയിൽ ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ നേതൃത്വത്തിൽ മുളന്തുരുത്തി മാർക്ക് വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തപ്പെടുകയാണ്. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകമായി ചോദിക്കുന്നു. ഇപ്പോൾ വിവാഹ ഉടമ്പടികൾ കൈമാറുന്നതിനായി അതിനായി നിയമിക്കപ്പെട്ടവർ മുന്നോട്ട് കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ. വിവാഹ നിശ്ചയം നടന്നു, അതിൻ്റെ ഉടമ്പടി കൈമാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം വിവാഹ നിശ്ചയത്തിലൂടെ ഒരു വിവാഹത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന അച്യുതിയെയും സോവിനെയും ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ നല്ലൊരു വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി ആ ഒരു കുടുംബത്തെ മാനിക്കേണ്ടതിനായി ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസം തന്നെ യാതൊരു തടസ്സങ്ങൾ കൂടാതെ ആ ശുശ്രൂഷകൾ ചെയ്തെടുക്കപ്പെടേണ്ടതിനായി ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഇന്ന് പകൽക്കാലം വിവാഹം വെച്ച് ഉടമ്പടിയിൽ ഒപ്പുവെച്ച് വിവാഹത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇരു കുടുംബങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പാസ്റ്റർ TM ജോസഫ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കെല്ലാം ദിവസങ്ങൾ കണ്ടുകളടയ്ക്കാം. പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ കർത്താവേ തിരുമേനി, ഈ മനോഹരമായ നല്ല നിമിഷത്തിനായി നന്ദി കർത്താവേ. നിങ്ങളെ വത്സല കുഞ്ഞുങ്ങളായിരിക്കുന്ന അച്യുതയും യോബിന്റെ വിവാദിച്ചതോടെ ബന്ധത്തിൽ പലയിടങ്ങളില് പല ഭവനങ്ങളില് പല ദേശങ്ങളായിരുന്ന എന്റെ കുഞ്ഞുങ്ങളായിരിക്കും ഒരുമിച്ച് ഈ മകനീശ്വരനെ പങ്കുചേരുവാൻ കർത്താവിനെ സഹായിച്ചല്ലോ. വത്സല കുഞ്ഞുങ്ങളെ കർത്താവെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല, ഞാൻ തക്കത ഉണിയെ ഉണ്ടായി കൊടുക്കുന്നു. ദൈവത്തിന് മഹാസ്നേഹം വത്സല കുഞ്ഞുങ്ങളെ തക്കത ഉണിയായി ഒരുക്കിയ ഓർത്ത് നന്ദി കർത്താവേ, നന്ദി. അതിൽ വത്സല കുഞ്ഞുങ്ങളെ ഭവനത്തിൽ കർത്താവ് ജന്മം നൽകി. ആലയിലെ ദൈവോർവയിൽ കർത്താവ് എന്നെ അവിടുന്ന് വളർത്തി വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് വിശുദ്ധ വിവാഹത്തിന്റെ എൻഗേജ്മെന്റിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് നന്ദി കർത്താവേ, നന്ദി. ഇന്ന് പകൽക്കാലം വത്സല കുഞ്ഞുങ്ങളെ വിവാഹ നിശ്ചയം അനുഗ്രഹമായി നടത്തുവാൻ അതിലെ സ്വർഗം സഹായിച്ചല്ലോ. അതിന് സുരക്ഷയ്ക്കായി കർത്താവിന്റെ ദാസന്മാരെ നീ ഉപയോഗിച്ചതോർത്ത് നന്ദി കർത്താവേ. കുഞ്ഞുങ്ങളെ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഈശ്വരുടെ അധ്യക്ഷപതി വലതുവെച്ച് കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. നീ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ആദ്യ ദേശത്തെ കർത്താവിന്റെ എല്ലാവർക്കും ദൈവാസനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെയും അനുഗ്രഹിക്കുമാറാകണമേ. വലന്റെ ഭവനത്തിൽ കടന്നായിരിക്കുന്ന അല്ലേലും പ്രിയപ്പെട്ട ഭവനത്തെയും വലനെയും അതിലെ ദൈവകുഞ്ഞുങ്ങളെ വിശ്വാസമുള്ള എല്ലാവരെയും കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അവധുവിന്റെ ഭാഗത്ത് കടന്നായിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ദൈവദാസന് അതിലെ പ്രിയപ്പെട്ടവരെ വിദ്യാർത്ഥിക്കാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പാൻ കർത്താവിനെ സഹായിച്ചു ഓർത്ത് നന്ദി കർത്താവേ. വത്സല കുഞ്ഞുങ്ങളെ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ നിശ്ചയിച്ച സമയത്ത് തന്നെ അവയോഗ അനുഗ്രഹമായി നടത്തുവാൻ കർത്താവ് നീ അവിടുത്തെ സഹായിക്കുമാറാകണമേ. അബ്രഹാം വിശ്വാസത്തിലെ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹം നിങ്ങളെ അനുഗ്രഹിച്ച് കർത്താവിനെ അനുഗ്രഹിച്ചതിന്റെ പ്രവൃത്തി കൊണ്ട് സന്തോഷിപ്പാൻ സ്വർഗം സഹായിക്കുമാറാണ്. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയാണ്. അവിടുത്തെ സ്നേഹത്തിന് പ്രവൃത്തിയോട് സന്തോഷിപ്പാൻ സ്വർഗം സഹായിക്കുക. തുറക്കുന്ന സുഖം എല്ലാം അനുഗ്രഹമാക്കി തീർന്നു സന്തോഷിപ്പാൻ ഇടയാക്കി കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ സ്വന്തം ഈശ്വരത്തിന് അനുഗ്രഹമായി തീർത്ത സർവ്വലോക ദൈവത്തിന് സർവ്വമാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടികൾ നിർത്തുന്ന ദൈവമായ കർത്താവിനെ ഓരോരുത്തരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. നാം അല്പസമയം ദൈവജനത്തിൽ നിന്ന് കേൾക്കുവാൻ പോവുകയാണ്. അതുപോലെ കാലം നാം കൂടി വന്നിരിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകം കർത്താവിൻ്റെ വേലയായിരിക്കുന്ന പല ദൈവദാസന്മാരും നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ എല്ലാവർക്കും ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങളില്ല. ഇത്തരമുള്ള ഒരു അവസരങ്ങളിൽ ദൈവജനത്തിൽ നിന്ന് കേൾക്കുക എന്നത് നമുക്ക് Yeah.
ഇത് തന്നെ അവസരം. ഫുഡ് കണ്ടപ്പോഴത്തേക്കും